ഒരു പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിൽ നിന്നോ ഇല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയിട്ടോ സാധാരണഗതിയിൽ മരിച്ചു പോയാൽ അത് ബോഡി കൊണ്ടുപോകുന്ന സ്ഥിതി കാണുമ്പോൾ നമ്മൾ മരിച്ചാലും ഇങ്ങനെയല്ലേ ആണ് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് സ്റ്റാഫുകളും ഡ്രൈവർമാരും ഹോസ്പിറ്റലുകളും കമ്മീഷൻ കൊടുത്ത് ഇവിടത്തേക്ക് വരണം, ഇന്ന ഹോസ്പിറ്റലിലേക്ക് വരണം, ഇന്ന ഡോക്ടറുടെ അടുത്തേക്ക് വരണം, പിന്നെ അങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടായി. അത് കച്ചവടത്തിന് വേണ്ടിയാണ് ഡോക്ടർമാരും ഹോസ്പിറ്റലുകാരും ഡ്രൈവർമാരും അണ്ടർസ്റ്റാൻഡിങ് ആയി. കിടപ്പ് രോഗികൾ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ നിന്നും നാട്ടുകാരും എല്ലാം ഒഴിച്ചുവിട്ട ഈ രോഗികൾക്ക് ആരുമില്ല. ഒന്നെങ്കിലോ കിടത്തത്തിലായി കഴിഞ്ഞാൽ അവിടെ തന്നെ മൂത്രയിക്കും, അവിടെ തന്നെ കാഷ്ടിക്കും, അവിടെ നോക്കാനോ അവരെ പരിചരിക്കാനോ ഉപ്പ ഉണ്ടായില്ല, മക്കളുണ്ടായില്ല, ഇല്ലെങ്കിൽ വേറെ ആരും ഉണ്ടായില്ല. ബാൻഡേജ് അയച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പുതു തിളക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കാരണം വെച്ചാൽ ഒരു ബാൻഡേജ് കെട്ടിയിട്ട് അതിൻ്റെ ചുറ്റും മഞ്ഞ നിറത്തിലുള്ള കലയുണ്ടെങ്കിൽ അത് വീണ്ടും അത് ദ്രവിച്ചതാണ്. കാസർഗോട്ടുകാർ എവിടെയാണ് പ്രതിഷേധിച്ചിട്ടുള്ളത്? നിങ്ങൾ കഴിഞ്ഞ 10-30 ഇല്ല 20 ഇല്ല 10 വർഷം കൊണ്ട് എവിടെ പ്രതിഷേധം ഏതെങ്കിലുമൊന്ന് കാണിച്ച് 14 മൃതദേഹത്തിന് ബോഡിനെ കെടുത്തി വെച്ചത് കണ്ടിരുന്നെങ്കിൽ അത് മോർച്ചറിയിൽ അന്നുള്ള മോർച്ചറി എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ആംബുലൻസ് ഒന്നും അത്ര സുലഭമല്ലാത്തൊരു കാലത്താണ് റൂബി ആദ്യമായിട്ട് ആംബുലൻസ് ഇറക്കുന്നത്. അതൊരു ബിസിനസ് മാത്രമായിരുന്നില്ല. എൻ്റെ അറിവിൽ പലപ്പോഴും ഫ്രീ സർവീസുകൾ ആ സമയത്ത് ആംബുലൻസ് സർവീസുകൾ നടത്തിയിരുന്നു. അത്തരത്തിലൊരു ആംബുലൻസ് സർവീസ് കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് ഫ്രീ ആംബുലൻസ് സർവീസ് കൊണ്ടുവരാനുള്ള കാരണം എന്തായിരുന്നു? കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിൽ നിന്നോ ഇല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയിട്ടോ സാധാരണഗതിയിൽ മരിച്ചു പോയാൽ സാധാരണ പണ്ട് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അംബാസഡർ വണ്ടിയിൽ ബോഡി കൊണ്ടുവരാൻ സാധാരണ കാണാറ്. അത് ബോഡി കൊണ്ടുപോകുന്ന സ്ഥിതി കാണുമ്പോൾ നമ്മൾ മരിച്ചാലും ഇങ്ങനെയല്ലേ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ്, അങ്ങനെയുള്ളൊരു ചിന്താഗതി വരാൻ കാരണം. ആംബുലൻസ് വേണം എന്നുള്ള ചിന്താഗതി പിന്നെയാണ് നമ്മളത് ഫ്രീ സർവീസായിട്ട് ആയത്. ആദ്യം നമ്മൾ ഉദിച്ചത് ഒരു ആംബുലൻസ് കാസർഗോഡ് വേണമെന്നാണായിരുന്നു. അത് ഒന്നെങ്കിലോ കാല് പുറത്ത് ഇല്ലെങ്കിൽ തല പുറത്ത്, അങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയായ അംബാസഡർ വണ്ടിയിൽ ബോഡി കൊണ്ടുവന്ന് കണ്ടത്. അതാണ് ആംബുലൻസ് വാങ്ങാനുള്ള കാരണം. നിലവിലിപ്പോൾ റൂബീൻ്റെ അണ്ടറിൽ എത്ര ആംബുലൻസ് ആണുള്ളത്? ആംബുലൻസ് 5-6 ആംബുലൻസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾക്ക് ഒരു ആംബുലൻസും ഇല്ല. അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും. ഇത്രയും സർവീസ് ചെയ്ത നിങ്ങൾ എന്താ ഈ ആംബുലൻസ് ഇപ്പോഴും ഇല്ലാത്തത് എന്നുള്ള ചോദിക്കും. സ്വാഭാവികമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം നമ്മൾ ഫ്രീ സർവീസും രാത്രിയും പകലും നമ്മൾ കൊടുത്തിട്ട് പൊതുജനങ്ങൾക്ക് ഒരു സഹായം എന്ന നിലയിൽ ചെയ്തിട്ട് അത് ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പിന്നെ നമ്മളെ സ്റ്റാഫുകളും ഡ്രൈവർമാരും ഹോസ്പിറ്റലുകളും കമ്മീഷൻ കൊടുത്ത് ഇവിടത്തേക്ക് വരണം, ഇന്ന ഹോസ്പിറ്റലിലേക്ക് വരണം, ഇന്ന ഡോക്ടറുടെ അടുത്തേക്ക് വരണം, പിന്നെ അങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടായി. അപ്പോഴൊക്കെ പല ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസിനെ വിളിക്കുമ്പോൾ അവിടുന്ന് എടുത്തു കൊണ്ടുപോകാൻ ഭയങ്കര ആർത്തി ഡ്രൈവർമാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കച്ചവടത്തിന് വേണ്ടിയാണ് ഡോക്ടർമാരും ഹോസ്പിറ്റലുകാരും ഡ്രൈവർമാരും അണ്ടർസ്റ്റാൻഡിങ് ആയി. അത് ഞാൻ വളരെ ഭംഗിയായി കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഒന്നൊന്നായി ഞാനതിനെ ഒഴിവാക്കാൻ. അതായത് നിങ്ങൾ ആരംഭിച്ച ഒരു ഉദ്ദേശശുദ്ധി പിന്നീട് ബാക്കിയുള്ള ആളുകൾ, അതിൻ്റെ ഡ്രൈവർമാരായാലും ബാക്കിയുള്ള ആളുകൾ കൊണ്ടുപോയില്ല എന്നുള്ള കാരണം അവസാനിപ്പിക്കേണ്ടി വന്നു. 100% ശരിയാണ്. ലാബ് പരമായിട്ട് നിങ്ങളൊരു ലാബ്, അതും കാസർഗോഡ് ആ സമയത്തൊരു ടെക്നിക്കൽ വിപ്ലവമായിരുന്നു. കാരണം അത്രമേൽ ലാബൊന്നും വികസിക്കാത്തൊരു കാലത്താണ് റൂബി ഒരു ലാബ് ടെക്നോളജി കൊണ്ടുവരുന്നത്. അതിനുള്ള കാരണം കൂടി എന്താണ്? ഇതേപോലെ തന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ട്, തലശ്ശേരിയിലെ ഒരു ഫ്രണ്ട്, എൻ്റെ മകനിക്ക് കൾച്ചർ ടെസ്റ്റ് ഡോക്ടർ എഴുതി കൊടുത്തിട്ടാകുമ്പം കാസർഗോഡ് കൾച്ചർ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം പറഞ്ഞത് 15 ദിവസം വേണമെന്നാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 15 ദിവസം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു രോഗിക്ക് 15 ദിവസം കഴിഞ്ഞിട്ട്
മരുന്ന് കൊടുക്കാൻ ആയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ അത് മാംഗ്ലൂർ പോയപ്പോഴാണ് അത് 24 മണിക്കൂറിനുള്ളിൽ തരാം എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾക്ക് അറിയുന്നത് കൾച്ചർ ടെസ്റ്റിന് 24 മണിക്കൂറേ സമയം വേണ്ടുന്നുള്ളൂ. ഇവിടെ കാസർഗോഡ് 15 ദിവസം പറഞ്ഞു, മാംഗ്ലൂരിൽ 24 ഹവേഴ്സ് മാത്രമേ അത് ആവശ്യമുള്ളൂ എന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ലാബ് തുടങ്ങാനുള്ള കാരണം. റൂബി മെഡിക്കൽ അവിടെ എൻ്റെ അറിവിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അതിനുള്ളൊരു കാരണം എന്താണ്? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അന്നുള്ള കാലഘട്ടങ്ങളിലൊന്നും മെഡിസിൻ ഉണ്ടായിട്ടില്ല. അന്ന് മെഡിസിൻ എന്തെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴന്വേഷിച്ചാലും മനസ്സിലാവും. 30-35 വർഷം മുമ്പ് കാസർഗോഡ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം അന്നും പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൂടുതൽ പാവപ്പെട്ടവർ കാസർഗോഡ് ജില്ലയിലേക്ക് എത്തിവരുന്നുള്ളത്. അന്ന് താഴെ ഇറങ്ങുമ്പം കിട്ടുന്നത് നമ്മൾ മെഡിക്കൽ ഷോപ്പാണ്. ആ മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് ഒരാൾ വിഷമം പറയുമ്പോൾ എന്ത് ചെയ്യും? അതാണ് നമ്മളെ തുടക്കം കുറിച്ചത്. ഈ കൊടുക്കാൻ തുടക്കം കുറിച്ചത് അവിടാണ്. അങ്ങനെ പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ വരും, നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അത് നമുക്ക് ശീലിച്ച് അൽഹംദുലില്ലാ ഞങ്ങൾക്കത് ഹൈറേ ആയിട്ടുള്ളൂ. അതിന് തൊട്ട് ഒരു വിഷമമൊന്നും ഉണ്ടായിട്ട് അത് നമുക്ക് ഉയർച്ചയിലേ വന്നിട്ടുള്ളൂ. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് മരുന്നില്ലാത്തതിൻ്റെ പേരിൽ, മരുന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ ആരുടെയും ചികിത്സ മുടങ്ങിപ്പോകരുത് എന്നുള്ള അത് ഫസ്റ്റ് ആംബുലൻസിൻ്റെ ചിന്താഗതി അങ്ങനെയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ആരെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് വന്നെങ്കിലോ ഇല്ലെങ്കിൽ ആരെങ്കിലും രോഗിയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ പിന്നെ മാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാം വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പൈസ ഇല്ല, ഇല്ലെങ്കിൽ ആംബുലൻസ് ഇല്ല, സൗകര്യമില്ല എന്ന് നിങ്ങൾ മടിക്കാൻ പാടില്ല എന്ന് ഡോക്ടറോടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഇൻചാർജിലെ സിസ്റ്റർമാരോടൊക്കെ ഞങ്ങൾ പതിവായി പറയാറുണ്ട്. ഇനി ആരുമില്ലെങ്കിൽ ഞങ്ങൾ തന്നെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ തന്നെ രാത്രി പാതിരാ സമയത്തെല്ലാം എടുത്തിട്ട് ഞങ്ങളും ജ്യേഷ്ഠ അനുജന്മാരൊക്കെ പിന്നെ ആംബുലൻസ് രോഗിയെ കൊണ്ടുപോയി എത്രയോ ചരിത്രമുണ്ട്. ഈ രോഗികളോട് എപ്പോഴും താങ്കൾക്കൊരു വലിയൊരു അടുപ്പം ഞാൻ കാണാറുണ്ട്. അത് ഈ താങ്കളുടെ ഒരു ബിസിനസ് എന്നതിലുപരി ബിസിനസ്സിൽ താങ്കൾ ഈ ഒരു കാര്യത്തിന് ഒരുപാട് സമയവും ഒരുപാട് കാര്യങ്ങളും ചെലവഴിക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ അറിവിൽ കാസർഗോഡ് ജില്ലയുടെ പാലിയേറ്റീവ് കെയറിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ഈ പാലിയേറ്റീവ് കെയർ സേവനങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ? അത് ഇതുപോലെയല്ല, കുറച്ചും കൂടി കിടപ്പിലായ രോഗികൾക്ക് നമ്മളൊരു ആശ്വാസം നൽകുന്നതാണല്ലോ. പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമ്മളെ നിയത്ത് പോലെയാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് എത്തിച്ചേരുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് പിന്നെ ജില്ലാ പ്രസിഡന്റ് കലക്ടർ മായനാജിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം വെച്ചാൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ടാകും പറഞ്ഞത് അതിന് പറ്റിയ ആളാണ് പിന്നെ ജലീൽ കോയാന്ന് വ്യക്തമായിട്ട് പബ്ലിക്കിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ചെയർമാൻ മുനീറാജിയാണ് ഈ പോസ്റ്റ് വഹിച്ചുകൊണ്ടുണ്ടായത്. ആ പോസ്റ്റിൽ നിന്ന് ഉയർത്താൻ കാരണം മുനീറാജിയാണ്. അപ്പോൾ ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഇതിനേക്കാളും അങ്ങേയറ്റം അപ്പുറത്താണ് അതുള്ളത്. കിടപ്പ് രോഗികൾ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ നിന്നും നാട്ടുകാരും എല്ലാം ഒഴിച്ചു വിട്ട ഈ രോഗികൾക്ക് ആരുമില്ല. ഒന്നെങ്കിലോ കിടത്തത്തിലായി കഴിഞ്ഞാൽ അവിടെ തന്നെ മൂത്രമൊഴിക്കും, അവിടെ തന്നെ കാഷ്ടിക്കും, അവിടെ നോക്കാനോ അവരെ പരിചരിക്കാനോ ഉപ്പ ഉണ്ടായില്ല, മക്കളുണ്ടായില്ല, ഇല്ലെങ്കിൽ വേറെ ആരും ഉണ്ടായില്ല. അപ്പോൾ അന്നേരം ഈ പാലിയേറ്റീവ് കെയറിൻ്റെ പിന്നെ വാനും പാലിയേറ്റീവ് കെയറിൻ്റെ സിസ്റ്ററും ഡോക്ടർമാരും അവിടെ എത്തുമ്പോൾ അത് അവിടെ എത്തി കണ്ട ആൾക്കേ അതിനെ പറ്റി മനസ്സിലാവുള്ളൂ. അതിൻ്റെ കുറേ അനുഭവം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്ത് യൂണിറ്റാക്കി ഇന്ന് കേരളത്തിൽ ഏകദേശം 6000-ഓളം രജിസ്റ്റർ ചെയ്ത പാലിയേറ്റീവ് കെയറിൻ്റെ വോളണ്ടിയർമാർ തന്നെ ഉണ്ടായി. ഈ പാലിയേറ്റീവ് കെയർ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം? ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു പറയാൻ, നമ്മൾ ഡോക്ടർ അമീർ സാഹിബ് പിന്നെ ആണ് കാസർഗോഡ് ജില്ലയിലും കേരളത്തൊട്ടാകെ പിന്നെ അതിൻ്റെ മെയിൻ ഇൻചാർജ് ചെയ്യുന്നുള്ളത് ഡോക്ടർ അമീർ സാഹിബാണ്. ഒരു ദിവസം നമ്മളെ പള്ളിക്കര യൂണിറ്റ് പൂച്ചക്കാട് നമ്മളോട് തന്നെ പാലിയേറ്റീവ് കെയറിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടായ ആളാണ്. പാലിയേറ്റീവ് കെയറിൻ്റെ വോളണ്ടിയർ ആണ്. അവർക്ക് ചെറിയൊരു ഷുഗറായിട്ട് ചെറിയ കാല് മുറിച്ചിട്ട് അവർ പിന്നെ കാലിക്കറ്റ് പോയിട്ട് കെട്ടിയിട്ട് 3 ദിവസമായിട്ട് വന്നിട്ട് നമ്മൾ ഡോക്ടർ സാഹിബിനൊന്ന് കാണാൻ വേണ്ടി പോയതാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാൽ ബാൻഡേജ് കെട്ടിയപ്പോഴത്തന്നെ ഡോക്ടറിന് സംശയമുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് ഈ പിന്നെ ബാൻഡേജ് ഒന്ന് അയക്കണമെന്ന്. ഉടനെ തന്നെ പള്ളിക്കരയിലെ യൂണിറ്റിനെ വിളിച്ചിട്ട് അപ്പോൾ തന്നെ സിസ്റ്റർമാർ വന്നു ബാൻഡേജ് അയച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പുതു തിളക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കാരണം വെച്ചാൽ ഒരു പിന്നെ ബാൻഡേജ് കെട്ടിയിട്ട് അതിൻ്റെ ചുറ്റും മഞ്ഞ നിറത്തിലുള്ള കലയുണ്ടെങ്കിൽ അത് വീണ്ടും അത് ദ്രവിച്ചു എന്നാണ് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഡോക്ടർ അത് പറയുന്നുണ്ടായി. ഇത്തരം കാര്യങ്ങൾക്ക് അറിയാതെ കുറേ രോഗികൾ വളരെയധികം കൂടുതൽ വിഷമത്തിലാകുന്നുണ്ട്. ഇതൊക്കെ പാലിറ്റീവ് കെയർ വന്നതിന് ശേഷം എന്താണ് ഇത് ഈ പിന്നെ ബാൻഡേജ് എന്തിനാണ് കെട്ടുന്നത്, എവിടെയാണ് ഇത് വൃത്തിയാക്കുന്നത്, എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്, ഇതിൻ്റെ വൃത്തിയാക്കാൻ ഒരു സന്മൻസ് ആ വോളണ്ടിയർമാർക്ക് ഞങ്ങളെ ഈ 3 ദിവസത്തെ ക്യാമ്പിൽ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാവരെ കൊണ്ടും ഞങ്ങളില്ല രജിസ്റ്റർ ചെയ്ത വോളണ്ടിയർമാർ മാത്രമേ പാലിറ്റീവ് കെയറിൻ്റെ രോഗിയെ സന്ദർശിക്കാനോ ചികിത്സിക്കാനോ അതിൻ്റെ യഥാർത്ഥമായ സിസ്റ്റർമാരും ഡോക്ടർമാരും പോകുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴും കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് പോരായ്മകളുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് മെഡിക്കൽ കോളേജ് വിഷയം, പിന്നെ എയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം, അതൊക്കെ ഇപ്പോഴും കാസർഗോഡിന് ലഭിക്കാത്തത് ആരുടെ പോരായ്മയാണ്? ഞാനത് ആ പോരായ്മകൾ കാട്ടിക്കിട്ടാൻ ഞാനും ആരുമല്ല. അതിന് പിന്നെ അതിൻ്റെ ആധികാരികപരമായിട്ട് പറയാനുള്ള അവകാശം എനിക്കില്ലെങ്കിലും ഞാൻ എൻ്റെ പിന്നെ ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിൽ ഞാനത് വിശേഷിപ്പിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് 2-3 ഹോസ്പിറ്റൽസ് വന്നു. പക്ഷെ അതൊന്നും സാധാരണഗതിയിലുള്ള ജനങ്ങൾക്ക് അത് ഉപയോഗപ്രദമാകുന്നതല്ല. ഉപയോഗപ്രദമാണെന്നുണ്ട് മെഡിക്കൽ കോളേജ് തന്നെ വേണം. OT വിഭാഗം പല ഹോസ്പിറ്റലിലും ഉണ്ട്, അത് ചികിത്സിച്ച് പോവും. ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിഷമിക്കുന്നുള്ളത് പിന്നെ മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഡോക്ടർമാരും സംവിധാനങ്ങളും ഉണ്ടാവുള്ളൂ. അത് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? കാസർഗോഡ് എന്നെ പോലുള്ള കാസർഗോഡുള്ള ജനങ്ങൾ അതിന് ഉത്സാഹം കാണിക്കാത്തതുകൊണ്ടാണ്. ഉത്സാഹം കാണിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം കാണിക്കും. രാഷ്ട്രീയമല്ല, മനുഷ്യൻ്റെ ജീവനാണ് നമ്മൾ കാണേണ്ടത് വലുത്. അത് നമ്മൾ അതിന് വില വേഷണ്ട. നമ്മൾക്ക് എന്തായാലും കാര്യങ്ങൾ വേണ്ടടുത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായെങ്കിൽ കാസർഗോഡ് വിജയിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിന്നെ കുമ്പളയിൽ ആരിക്കാടിയുള്ള ടോൾ ബൂത്തിൻ്റെ വിജയം. അത് കാസർഗോഡിലുള്ള ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി നിന്നതുകൊണ്ടാണ്. അതും ഇനിയും കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ കാസർഗോഡ് ബദിയടുക്ക മാത്രമല്ല കാസർഗോഡ് ടൗണിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും അപ്പോൾ കാസർഗോഡുകാരുടെ പ്രതിഷേധം ശക്തമാവണം എന്നാണ്. തീർച്ചയായും കാസർഗോട്ടുകാർ എവിടെയാണ് പ്രതിഷേധിച്ചിട്ടുള്ളത്? നിങ്ങൾ കഴിഞ്ഞ 10-30 ഇല്ല 20 ഇല്ല 10 വർഷം കൊണ്ട് എവിടെ പ്രതിഷേധം ഏതെങ്കിലും ഒന്ന് കാണിച്ച് അടുത്തതായിട്ട് കാണുന്നുള്ളത് ഞാനിപ്പോൾ ഈ ആരിക്കാടി ടോൾ ബൂത്തിൻ്റെ ഒരു പ്രതിഷേധമാണ് കാര്യമായിട്ട് കാണുന്നുള്ളത്. അല്ലാണ്ട് കാസർഗോട്ടുകാർ പ്രതിഷേധിക്കാറില്ല. ആൾ താമസമുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഈ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നൂടെ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? അത് നമ്മൾക്ക് തോന്നുന്നതാണ്. കാരണം വെച്ചാൽ ഒരു കാരണവശാലും അത് ദൂരമല്ല. ഇന്ന് ഒരു സപ്പോസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്പറേഷനും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാസർഗോഡ് തന്നെ പോയി കഴിഞ്ഞാൽ 50,000-60,000 ഒരു ഓപ്പറേഷനത്തിന് വേണം. മെഡിക്കൽ കോളേജിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒരു ദിവസം ഓടുന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ നഷ്ടമുള്ളത്? ആ പാവപ്പെട്ട ആൾക്ക് അവരുടെ ആ വേദനകൾ നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. 1.5 മണിക്കൂർ ഓടിയാലും എനിക്കത് വെറുതെ ആയിട്ട് കിട്ടുമല്ലോ, എൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ, എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ, എൻ്റെ ഭാര്യനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ലേ അവരുടെ ആ കുടുംബാദികൾക്ക്? അവിടെയാണ് വിജയം. അത് ബദിയടുക്കായാലും ഉക്കിനടായാലും എവിടെയായാലും തിരക്കേടില്ല. ഒരു ദിവസം ഓടുന്നുണ്ടെങ്കിൽ എന്നെ പോലത്തവനും ഇല്ലാത്തവന് ഞാൻ അവിടത്തേക്ക് ഒരു ദിവസമായാലും ഞാൻ ഓടിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളിപ്പോൾ ഈ ഫീൽഡിൽ ഒരുപാട് വർഷമായി. നിങ്ങളെ ഇത്രയും ഈ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? അല്ലെങ്കിൽ ഏറ്റവും മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? കഴിഞ്ഞ ഒരു 10-25 വർഷം മുമ്പ് തെക്കിൽ പാലത്തിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. അന്ന് 14 പേര് മരിച്ചിരുന്നു. അന്ന് ഉണ്ടായ ഒരു അനുഭവങ്ങൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ആ വരാന്തയിൽ 14 മൃതദേഹത്തിന് ബോഡിനെ കിടത്തി വെച്ചത് കണ്ടു കഴിഞ്ഞെങ്കിൽ അത് മോർച്ചറിയിൽ അന്നുള്ള മോർച്ചറി എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. 25-30 വർഷം മുമ്പുള്ള മോർച്ചറി എന്തായിരിക്കും? ഒരാൾക്ക് പോലും അതിൻ്റെ ഉള്ളിൽ ആ ബോഡിനെ കയറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ മോർച്ചറിയിൽ വെക്കാൻ പറ്റാത്തതിന് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ആകെ ചെറിയൊരു കെട്ടിടമാണ് ഉണ്ടായത്. അത് ഇപ്പോൾ ഇല്ല ആ കെട്ടിടം. അവിടെയാണ് ആ വരാന്തരയിലാണ് ഈ 14 ബോഡിയും കെത്തി. ഓരോ രാത്രിയും അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ കൊണ്ടുപോയ ബോഡികളുണ്ട്.
കുറേ ദൂരത്തു നിന്നെല്ലാം വരാനുള്ള ആൾ വന്നിട്ടാണ് ആ ബോഡി കൊണ്ട് ആ അനുഭവം നമുക്ക് മറക്കാൻ പറ്റില്ല. അന്ന് കലക്ടർ എടുത്തു പറഞ്ഞു റൂബി ആംബുലൻസിനെ പറ്റിയിട്ടുള്ള അന്ന് കലക്ടർ എടുത്തു പറഞ്ഞു ഏറ്റവും കൂടുതൽ സർവീസ് നടത്തിയത് റൂബി ആംബുലൻസ് ആണെന്നത് അന്ന് കലക്ടർ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ. അന്ന് കലക്ടർ ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ആ ബില്ലിനെ ഞാനത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ റിജക്റ്റ് ചെയ്തിരുന്നു. നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് ബിൽ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ വാങ്ങിയിട്ടില്ല.